കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത ജഗള സിനിമ മലബാർ ലഹളയുടെ ചരിത്രം വളച്ചൊടിച്ചെന്ന ആരോപണവുമായി DCC ജനറൽ സെക്രട്ടറി EP രാജീവ് കളരിക്കൽ ഫിലിംസ് നിർമ്മിച്ച ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിലെത്തിയത്. മലബാർ കലാപ കാലഘട്ടത്തിലെ കഥ പറയുന്ന ചിത്രത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറയുന്നതായും അതിന്റെ ചരിത്രം വളച്ചൊടിച്ചതായും EP രാജീവ് പറഞ്ഞു. എന്നാൽ ചിത്രത്തിലെ രംഗങ്ങളും ക്യാമറ, സംഗീതം എന്നിവയെല്ലാം മികച്ച രീതിയിൽ ഒരുക്കാൻ സംവിധായകനും അണിയറ പ്രവർത്തകർക്കും കഴിഞ്ഞെന്നും ചിത്രത്തെ അനുകൂലിക്കുന്ന പ്രേക്ഷകർ പറയുന്നു. ശ്രീദേവേട്ടനാണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. വളരെ സന്തോഷത്തോടെ തന്നെയാണ് നമ്മൾ കാണാനും വന്നത്. ചെറിയൊരു പടത്തിനകത്ത് നല്ല മേക്കിംഗ് ആണ്. ശരിക്കും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വളച്ചൊടിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ പടത്തിന്റെ പ്രമേയം, ലവും അതിന്റെ ഒരു വിശപ്പും ഒക്കെ പ്രമേയമാകുമ്പോഴും നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ശരിക്കും വാര്യൻ കുന്നനും അതുപോലെ പ്രിയങ്കന ആരി മുസ്ലിം സാഹിബൊക്കെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണ പ്രസ്ഥാനം സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രം നമുക്കറിയാം. അതിന് ചെറിയ രീതിയിലൊന്ന് വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ആശങ്കയും. ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത ഈ ജഗള എന്ന സിനിമ തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയായിരുന്നു. കാരണം വെച്ചാൽ വളരെ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു മൊഴി. അത് മലബാർ ലഹള പശ്ചാത്തലത്തിൽ ഒരു നിശബ്ദ പ്രേമവും, ആ പ്രേമത്തിനിടയ്ക്ക് അവസാനം നായകന ദുരനുഭവവും നമ്മുടെ മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു കഥയാണ്. ഹായ്, ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ജഗള എന്നുള്ള മൂവിയിൽ, ഇതുപോലത്തെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയിൽ ഒരു പാർട്ടാവാൻ പറ്റിയതില്ല. എല്ലാവരും ഈ സിനിമ കാണാം. ഇതിൽ അബ്ദുറഹ്മാന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഒരു ചരിത്ര പുരുഷനായിട്ട്. ഇത്തരം സിനിമകളിൽ ഒരു നടൻ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതെനിക്ക് തന്നത് ഇതിന്റെ സംവിധായകൻ ശ്രീദേവ് കപൂറാണ്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമിനും ഒരുപാട് സന്തോഷം, നന്ദി. എല്ലാവരും സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഏറെ സന്തോഷമുള്ള വേളയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ തിയേറ്ററിൽ തന്നെ നമുക്ക് നമ്മുടെ പടം കാര്യമായി ചെയ്ത ഒരു ശ്രദ്ധേയമായ വേഷം ചെയ്ത സിനിമ ഗോവിന്ദ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞത് അധികം സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ കൂടെ കാണാൻ കഴിഞ്ഞു. വലിയ കണ്ണുള്ള മീനുകൾ ഷോർട്ട് ഫിലിമിലേക്ക് ശ്രീദേവ് സാർ എന്നെ വിളിക്കുകയാണ്. ആ ഷോർട്ട് ഫിലിമാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരുപാട് നാട്ടുനന്മകളൊക്കെ ഉള്ള ഒരു നാട്, വള്ളിപ്പുറം, നമ്മളെ പ്രദേശം ഇരുമ്പകശ്ശേരി, ഇങ്ങനെയുള്ള നാട്ടിൽ ഒരുപാട് നല്ല ജൈവഭാവമുള്ള സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നത് ഏറ്റവും മഹനീയമായി. ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾക്കൊക്കെ വളരെ പ്രചോദനമായിരിക്കും. ഇങ്ങനെ ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഒരു 100 വർഷം മുന്നേ 1924 പശ്ചാത്തലമുള്ള ഒരു നാടിനെ നമുക്ക് ശരിക്കും ആവിഷ്കരിക്കാൻ കഴിയുന്നതാണ്. പിന്നെ എന്റെ ഭൂരിപക്ഷമൊക്കെ പ്രസക്തമായെങ്കിൽ അതിന് പിന്നിലൊക്കെ ശ്രീദേവ് സാറുടെ വലിയൊരു കൈകർത്തൽ തന്നെയാണ്. സാറിനെ കാണിച്ചതിന്റെ ഡബിങ് പോലും വളരെ സമയം എടുത്തിട്ട്, അതിന് എത്ര എഫർട്ട് എടുത്താലും വളരെ ഡബിങ് ആവുന്ന ശ്രീദേവ് സാർ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ശ്രീദേവ് സാറിന്റെ കൈ കൊണ്ടുവരുന്നുണ്ട്. അതിന് എന്റെ മികവായിട്ട് ഞാൻ കാണുന്നത്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.